ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചായിരുന്നു പഠിച്ചു പോകുന്നത്. അവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും ബാലരാമവർമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിച്ചു. വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിച്ചു, തൃപ്പടിദാനം പഠിച്ചു. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായി. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം 1810 മുതൽ 1815 വരെയായിരുന്നു. അപ്പം തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് കേട്ടോ. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി. അതുപോലെ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? അത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. അതിനുശേഷം തിരുവിതാംകൂറിലെ ഓഡിറ്റും അക്കൗണ്ടും ഒക്കെ നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്താണ്. 1812 തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കി രാജകീയ വിളംബരമിറക്കിയ ഭരണാധികാരി. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം എന്നാണ്? 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിക്കുന്നത് 1812 ഡിസംബർ മാസത്തിലാണ്. അപ്പം അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി. തിരുവിതാംകൂറിൽ പോലീസ് വകുപ്പ് വിപുലീകരിച്ച് ദിവാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്കാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പം തിരുവിതാംകൂറിലെ ഏറ്റവും കുറച്ചു കാലമാണ് ഭരിച്ചെങ്കിലും കുറേയൊക്കെ ഭരണമാറ്റങ്ങൾ റാണി ഗൗരി ലക്ഷ്മി ഭായി കൊണ്ടുവന്നിരുന്നു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു. അതുപോലെ തന്നെ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത്, ഉമ്മിണിത്തമ്പി വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായിട്ട് വന്നയാളാണ് ഉമ്മിണിത്തമ്പി. ഈ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡൻ്റ് ആയിരുന്ന കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി. അപ്പോൾ നോക്കിക്കേ, റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് വന്നത് ആരാണ്? അത് കേണൽ മൺറോയാണ് കേട്ടോ. ഓർത്തോണം, കേണൽ മൺറോയ് ആരുടെ ഭരണ കാലഘട്ടത്തിലായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദിവാനായത് എന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലായിരുന്നു. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും കൊണ്ടുവന്നത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. ഇനി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലായിരുന്നു. കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ എന്ന് വെച്ചാൽ എന്താ? ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തി. പിന്നെ പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, അതുപോലെ വൈക്കം, ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേണൽ മൺറോയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉമ്മിണിത്തമ്പിക്ക് ശേഷം, അതായത് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി എന്ന് പറയുന്നത്. ഉമ്മിണിത്തമ്പി ഒരു തരം എന്താ പറയുന്നത്, കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയായിരുന്നു. ഓരോ ജില്ലയിലും ജയിലുകളൊക്കെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇൻസുവാഫ് കച്ചേരികൾ എന്ന് പറഞ്ഞ ഒരു നീതിന്യായ നിർവഹണത്തിന് തന്നെ ഉമ്മിണിത്തമ്പി തുടക്കമിട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മിണിത്തമ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും, അതുപോലെ വിഴിഞ്ഞം തുറമുഖം, പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചതും ആരാണോ? ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ ഉമ്മിണിത്തമ്പിക്ക് ശേഷം റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ദിവാനായിട്ട് വന്നതാണ് കേണൽ മൺറോ. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായ വ്യക്തിയായിരുന്നു കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ. അതുപോലെ തന്നെ ചട്ടവരിയോലകൾ ആരാണ്?
എന്ന പേരിൽ ഒരു നിയമസംഹിത 1811 ഇദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ചട്ടവരിയോലകൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺറോയാണ്. 1811 തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ, ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ, അതുപോലെ തന്നെ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റി. കാര്യക്കാരൻ എന്ന പദവി എന്താക്കി? തഹസിൽദാർ എന്നാക്കി മാറ്റി. അതുപോലെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചപ്പോൾ ദിവാൻ ആരാന്ന് ചോദിക്കും. അതാരാണ്? അത് കേണൽ മൺറോയാണ്. എന്നാൽ 1812 റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത്. അതുപോലെ പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാന്റെ മേൽനോട്ടത്തിലേക്ക് ഇദ്ദേഹം അത് കൊണ്ടുവരികയും ചെയ്തു. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആരാന്ന് ചോദിച്ചാൽ കേണൽ മൺറോയാണ്. ദിവാൻ പദവിയിൽ നിന്നും കേണൽ മൺറോ വിരമിക്കുന്നത് 1814 എന്നാൽ 1818 വരെ അദ്ദേഹം റെസിഡന്റ് ഉദ്യോഗത്തിൽ തുടർന്നു. അപ്പോൾ ഇത്രയാണ് കേണൽ മൺറോയെ കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായിയെ കുറിച്ചാണ് പറയുന്നത്. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ വനിതാ ഭരണാധികാരിയും അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ്റ് ഭരണാധികാരിയുമായിരുന്നു ആര്? റാണി ഗൗരി പാർവതി ഭായി. 1815 മുതൽ 1829 വരെയുള്ള കാലഘട്ടമായിരുന്നു ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം. സ്വാതി തിരുനാളിന് പ്രായം തികയുന്നതുവരെ തിരുവിതാംകൂറിൻ്റെ റീജൻ്റായി ഭരണം നടത്തിയ വനിതയായിരുന്നു ആര്? റാണി ഗൗരി പാർവതി ഭായി. അപ്പം തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തൽ ചെയ്ത വാണിജ്യ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് റാണി ഗൗരി പാർവതി ഭായിയാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. ഓർത്തിരിക്കുക, പ്രാഥമികം പാർവതി ഭായി. അപ്പോൾ ഈ വർഷം ഏതാണ്? 1817 കേട്ടോ. ഇത് SCERT പാഠപുസ്തകത്തിൽ ഉള്ളതാണ്, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൽ. അപ്പം നമ്മൾ ഉറപ്പായിട്ടും അത് പഠിക്കണം. അതുപോലെ തന്നെ റാണി ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടത്തിൽ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ കഠിനംകുളം കായലിനെയും അതുപോലെ തന്നെ കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും ബന്ധിപ്പിച്ച് ഒരു തോട് പാർവതി പുത്തനാറ് പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി പാർവതി ഭായിയാണ് കേട്ടോ. അതുപോലെ തന്നെ 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ ഏറ്റെടുക്കുന്നു? സർക്കാർ ഏറ്റെടുക്കുന്നു. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് റാണി പ്രഖ്യാപിക്കുകയുണ്ടായി. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് അഥവാ ഹജൂർ കച്ചേരി ആരംഭിക്കുന്നത് 1823 ഇത് ആരുടെ കാലഘട്ടത്തിലാണ്? പാർവതി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെയായിരുന്നു സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കി. സർക്കാർ ജോലികളിൽ എന്താണ്? ജോലി ചെയ്യുന്നു, പക്ഷെ ഇവർക്കൊരു കൃത്യമായ ശമ്പളമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു വ്യവസ്ഥ നിർത്തലാക്കി ഒരു ശമ്പളമൊക്കെ കൊടുക്കാനുള്ള ഒരു പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നത് പാർവതി ഭായി ആയിരുന്നു. ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയാനുള്ള അവകാശം, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വീട് ഓടുമേയാൻ അനുവാദം നൽകിയത് പാർവതി ഭായിയാണ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് പാർവതി ഭായി ആയിരുന്നു ഭരണാധികാരി. അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് സ്ഥലവും വില ഈടാക്കാതെ തടിയുമൊക്കെ റാണി വിട്ടു നൽകിയിട്ടുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. അതുപോലെ നമ്മൾ പറഞ്ഞു, വേളി മുതൽ കഠിനംകുളം കായൽ വരെ ഒരു ജലപാത പാർവതി പുത്തനാറ് പണി കഴിപ്പിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക്
നമുക്കറിയാം പണ്ട് കാലത്ത് സാധാരണ ജനങ്ങൾക്ക് സ്വർണ്ണത്തിലോ വെള്ളിയിലോ ഒക്കെ തീർത്ത ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതിഭായിയാണ്. സ്വർണ്ണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറപ്പണം വെക്കണം, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അടിയറപ്പണം വെക്കുക. ആ ഒരു സമ്പ്രദായമൊക്കെ എടുത്തു കളഞ്ഞത് ആരാണ്? അത് ഗൗരി പാർവതിഭായിയാണ്. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതിഭായിയാണ്. അതുപോലെ തന്നെ 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ഗൗരി പാർവതിഭായി ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതെവിടെ റാണിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം റാണി ഗൗരി പാർവതിഭായി ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കി വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചായിരിക്കും? റാണി ഗൗരി പാർവതിഭായി സ്വാതി തിരുനാളിന് പ്രായമാകുന്നത് വരെ മുഴുവൻ സമയം റീജൻ്റായിട്ട് ഇരുന്നു അല്ലേ. അപ്പോൾ സ്വാതി തിരുനാളാണ് അപ്പോൾ അടുത്ത രാജാവായിട്ട് തിരുവിതാംകൂറിനെ നയിക്കാനായിട്ട് വരുന്നത്. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1829 മുതൽ 1846 വരെയുള്ള കാലഘട്ടമാണ്. സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം അല്ലേ. തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. സ്വാതി തിരുനാൾ ജനിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1813. സ്വാതി തിരുനാളിൽ ജനിച്ചത് എന്നാണ് 1813. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, രാജാക്കന്മാരിലെ സംഗീതജ്ഞരിലെ രാജാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഈ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നറിയാവോ? സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരാണ് രാമവർമ്മ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. ഇനി തിരുവിതാംകൂറിൽ സിവിൽ കേസുകൾക്കും പോലീസ് കേസുകൾക്കുമായി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ കള്ളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന ശുചീന്ദ്രൻ കൈമുക്ക് അത് തുടങ്ങിയത് ആരാ? മാർത്താണ്ഡവർമ്മ. അപ്പോൾ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അത് സ്വാതി തിരുനാളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 1834 തിരുവിതാംകൂറിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുകയാണ് സ്വാതി തിരുനാൾ. ഇത് 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറുന്നു. അപ്പോൾ 1836 മുതൽ ഈ ഇംഗ്ലീഷ് സ്കൂള് എങ്ങനെയാകുന്നു? രാജാസ് ഫ്രീ സ്കൂളായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ്, നക്ഷത്ര ബംഗ്ലാവ്, ധർമാശുപത്രി ഇവയെല്ലാം സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്തിലാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടക്കുന്നത്, ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് 1836. ഇത് ആരംഭിക്കുന്നത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. അതുപോലെ വാനനിരീക്ഷണ കേന്ദ്രം അദ്ദേഹത്തിൻ്റെ കാലത്താണ് 1837 എന്താണ്? വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. ഭക്തമഞ്ജരി, സ്യാനന്തൂരപുരവർണ്ണന പ്രബന്ധം, പത്മനാഭശതകം, അജമീലോപാഖ്യാനം, കുചേലോപാഖ്യാനം, ഉത്സവവർണ്ണന പ്രബന്ധം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ സ്റ്റാമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. നമ്മൾ ഹജൂർ കച്ചേരിയുടെ കാര്യം പറഞ്ഞു അല്ലേ. ഹജൂർ കച്ചേരി എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു. ഇത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയത് സ്വാതി തിരുനാളാണ്. നിലം പുരയിടങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനായി 1837 റവന്യൂ സർവേ ആരംഭിക്കുന്നു. അത്
സ്വാതി തിരുനാളാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോഹിനിയാട്ടത്തിനെ കുറിച്ച് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ്, കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളിക ഒക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കല്ലൻ സായിപ്പ്. സ്വാതി തിരുനാളിൻ്റെ കാലത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരാണ്? കല്ലൻ സായിപ്പാണ്. കല്ലൻ സായിപ്പ്. നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു കല്ലൻ സായിപ്പ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. ചോദിക്കാം, തഞ്ചാവൂർ നാൽവർ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ് കേട്ടോ. കർണാടക സംഗീതത്തിലും വീണവായനയിലും എല്ലാം വളരെ തൽപരനായിരുന്നു സ്വാതി തിരുനാൾ. 18-ലധികം ഭാഷകൾ അനായാസേന അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവരൊക്കെ. 1846 ഡിസംബറിലാണ് സ്വാതി തിരുനാൾ നാട് നീങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നാട് നീങ്ങുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത 1835 ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പുറത്തിറക്കുന്നുണ്ട്. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ്. അതോടൊപ്പം തന്നെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് കേട്ടോ. ഇനി നമ്മൾ ശുചീന്ദ്രൻ കൈമുക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാൾ. ആരംഭിച്ചത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇരയിമൻ തമ്പിയുടെ ഓമനത്തിങ്കൽ കിടാവോ എന്ന ഗാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് സ്വാതി തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പിന്നെ സ്വാതി തിരുനാൾ സ്ഥാപിച്ചത് തിരുവിതാംകൂറിൽ അദ്ദേഹം കുതിരമാളിക പാലസ്, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി, ജലസേചനം, മരാമത്ത് വകുപ്പ് ഇവയെല്ലാം സ്വാതി തിരുനാളിൻ്റെ സംഭാവനകളിൽ പെടുന്നതാണ്. അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 മുതൽ 1860 വരെയുള്ള കാലഘട്ടമാണ്. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം അറിയപ്പെടുന്നത്. 1857 മഹത്തായ വിപ്ലവ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചിട്ടുണ്ട് PSC. 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം ആരുടെയാണ്? ഉത്രം തിരുനാൾ. മറ്റേത് അനിഴം തിരുനാൾ, ഇതാണെങ്കിലോ ഉത്രം തിരുനാൾ. സുവർണ്ണ കാലം. ഓക്കെ. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് 1857 മഹത്തായ വിപ്ലവം എന്ന് വെച്ചാൽ എന്താ? ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇനി 1857 ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ആലപ്പുഴ. എന്നാണ് 1857. അത് ആരുടെ കാലത്താണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതുപോലെ 1859 ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറി എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ഡാറാസ് മെയിൽ എന്നായിരുന്നു ഇതിൻ്റെ പേര്. അത് എന്നാണ്? 1859 ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്.
അതുപോലെ തന്നെ 1859 ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്, സ്വാതന്ത്ര്യം അനുവദിച്ച് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ 26. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഡേറ്റും മന്തും ഇയറും എല്ലാം. ചാനാർ ലഹള അല്ലെങ്കിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. 1859 ജൂലൈ 26. ഓക്കെ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല, അത് പണ്ട് കാലത്ത് നിന്നിരുന്ന ഒരു ആചാരമാണ് ഉഴിയം വേല. ഈ ഉഴിയം വേല നിർത്തലാക്കിയത് ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയികളാകുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തി ഇദ്ദേഹം. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പെൺപള്ളിക്കൂടം ഇദ്ദേഹം സ്ഥാപിച്ചു. ആലപ്പുഴയിൽ പോസ്റ്റ് ഓഫീസ് വന്നപ്പോഴും അതുപോലെ തന്നെ കയർ ഫാക്ടറി വന്നപ്പോഴും ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെയധികം വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഈ നേപ്പിയർ മ്യൂസിയം എന്നാണ് 1855 പ്രവർത്തനം ആരംഭിക്കുന്നു. ഇത് നേപ്പിയർ മ്യൂസിയം 1859 1859 കൂടിയാണ് ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും ഒക്കെ വന്നത് എന്നാണ്? 1859 കേട്ടോ. അപ്പം ഇനി നമുക്ക് 5 തിരുവിതാംകൂർ ഭരണാധികാരികളെ കൂടി പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച 5 രാജാക്കന്മാരുടെ കാലഘട്ടം, അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറഞ്ഞത്, ഇതെല്ലാം നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ പാർവതിഭായിയുടെ അതുപോലെ തന്നെ ഗൗരി ലക്ഷ്മിഭായിയുടേതാണെങ്കിൽ പാർവതിഭായി എന്താ പ്രൈമറി വിദ്യാഭ്യാസം അല്ലേ, പ്രാഥമിക വിദ്യാഭ്യാസം. ഗൗരി ലക്ഷ്മിഭായിയോ അടിമക്കച്ചവടം. സ്വാതന്ത്ര്യനാളുടെ പറയുകയാണെങ്കിൽ എന്താ? ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. ഇനി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെങ്കിലോ കഥകളി അല്ലേ, കഥകളിയുടെ സുവർണ കാലഘട്ടം. അതുപോലെ തന്നെ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകി എന്നാണ്? 1859 ജൂലൈ 26. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ വീണ്ടും നിങ്ങളൊന്ന് പഠിക്കണം. കാരണം എവിടെ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടമാകാൻ പാടില്ല. അപ്പോൾ അടുത്ത രാജാക്കന്മാർ 5 പേരെ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ പോരായ്മകൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മളതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പം അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സിലബസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് സിലബസ് തീർത്ത് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.